നമുക്കൊരു വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ഞാൻ ഇനി കാണിച്ചു തരുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണം ഈ വീഡിയോയിലുള്ള പെണ്ണ് ഏതാണ് എന്നുള്ളത്. വാ കണ്ടോക്കാം. कोई भी कदम मेरा होगा ना तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन. ആളെ മനസ്സിലായോ? ആ മടിയിൽ കിടക്കുന്നത് ഫസ്ബിന്റെ ഭർത്താവായിട്ടുള്ള ലല്ലു ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി അതിലുള്ള മുഖം കാണിക്കാതെ പെണ്ണാണ് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ക്ലിയർ ചെയ്താൽ മതി. എന്തായാലും ആളുടെ മുടിയും കോലം ഒക്കെ കണ്ടപ്പോൾ ഏകദേശം കുറെ ആൾക്കാർക്ക് ആൾ ആരാണെന്ന് പിടി കിട്ടിക്കാണും. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് ആള് കഴുത്തിൽ അണിഞ്ഞ ലോക്കറ്റ് തന്നെ ഒരു അടയാളമായിട്ട് എടുക്കാം. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. ഈ ലോക്കറ്റ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് മെഹനാസിന്റെ ഭാര്യ ആയിട്ടുള്ള സഫയുടെ ഒരു വീഡിയോ കണ്ടോക്കാം. വെയിറ്റ് കന്നി വോട്ട്, സോറി അതല്ല, കഴുത്തിലെ ലോക്കറ്റ്. ആ ലോക്കറ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ സഫ അണിഞ്ഞ അതേ ലോക്കറ്റ് തന്നെയല്ലേ ലല്ലു മടിയിൽ കിടന്ന ആ പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ്. ഞാൻ രണ്ടിനെയും സ്ക്രീൻഷോട്ട് ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി 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 എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും എന്തൊക്കെ ഡയലോഗ് ആയിരുന്നില്ലേ. ഞാനും സഫയും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഫസ്ബിനെയും മേനാസും തമ്മിൽ പറഞ്ഞുണ്ടാക്കിയ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആകെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഫയുടെ ഡ്രൈവർ എന്റെ സുഹൃത്താണ്. ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഫയുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്നൊക്കെ ആയിരുന്നു ഡയലോഗ് അടിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായാലും ഇവന് ഇവിടെ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. ഇനി ഇതിന് ന്യായീകരണമായിട്ട് അവളുടെ ഫ്ളാറ്റിലേക്ക് ഞാൻ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാൻ പോയ സമയത്ത് ക്ഷീണിച്ച് അവളുടെ മടിയിൽ ഞാൻ കിടന്നെങ്കിൽ പോയതാണെന്ന് പറഞ്ഞവന് വരുമോ? അല്ല, ചിലപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. ഷർട്ട് ഇടാതെ നിൽക്കുന്ന ലല്ലു, ഒരു ഓറഞ്ച് ഡ്രസ്സിൽ കട്ടിൽമേൽ ഇരിക്കുന്ന സഫ. ഇനി അതുകൂടാതെ ഇതേ കോസ്റ്റ്യൂമിൽ സഫന്റെ മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഇതോടെ കാര്യങ്ങൾ പൂർത്തിയായല്ലോ. അത്രേ ഉള്ളൂ. ഇനി ഇത് AI ആണെന്ന് പറഞ്ഞു വരുന്നേക്കരുത്. ഇനിയിപ്പോ എനിക്ക് എങ്ങനെ ഇത് കിട്ടിയെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ? അതൊക്കെ കിട്ടി മക്കളെ, സംഭവം ഒന്നുമില്ല. എനിക്ക് ദിനം പ്രതി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. പലരും എനിക്ക് കണ്ടന്റ് ചെയ്യാൻ വേണ്ടി അയച്ചു തരുന്നതാണ്. അങ്ങനെ ആ രീതിയിൽ എനിക്ക് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാത്ത ഒരു അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഒരു ലിങ്ക് ആയിരുന്നു. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്തുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിലുണ്ട് ഈ റീലും ഫോട്ടോയും കിടക്കുന്നു. അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ട് ആണ്. ഞാൻ അപ്പൊ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. കാരണം എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത് കുറച്ച് ഞാനെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു കേട്ടോ. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോക്കിയ സമയത്തുണ്ട്. ഇപ്പൊ ആ അക്കൗണ്ടിൽ ഈ ഫോട്ടോയും വീഡിയോയും കാണാനില്ല. എന്തായാലും സാധനം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ എന്റെ ബലമായ സംശയം അതൊന്നുമല്ല. ഇതിപ്പോ ഇനി ഫസ്ബിനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത് ലിങ്ക് അയച്ചു തന്നതാണോ എന്നൊരു ഡൗട്ട്. അല്ല, ഇവളുടെ സ്വഭാവം വെച്ച് ഇവൾ അങ്ങനെയും ചെയ്യാം. ഇവള് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഭർത്താവായ ലല്ലുവിനോട് ചാറ്റ് ചെയ്യുക, എന്നാൽ അതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വിടുക. അത് വെച്ചിട്ടായിരുന്നല്ലോ ഫസ്ബിന് ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിന്റെ ഒരു ബാക്കി പത്രമാണോ ഇത് എന്ന് അറിയില്ല കേട്ടോ. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫസ്ബിന് എന്നെ 2 ദിവസം മുമ്പേ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി സഫയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയും ചെയ്യത്തില്ല, ഞങ്ങൾ തമ്മിൽ നന്നായി എന്നൊക്കെ. അപ്പൊ പിന്നെ പ്രത്യക്ഷമായി സഫയെ കുറിച്ചൊരു വീഡിയോ ഫസ്ബിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ പരോക്ഷമായിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കാമല്ലോ. അല്ല, ഞാൻ എന്റെ ഒരു ഡൗട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും സംഭവം തൂക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ഫസ്ബിനക്ക് 2 ആഴ്ച കണ്ടന്റ് ഓടിക്കുക. എന്തായാലും ഇത്രയും തൂക്കിയ സ്ഥിതിക്ക് ഈ ലല്ലു എന്ന് പറയുന്നവൻ 2 ദിവസം മുമ്പേ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ ഒന്ന് കണ്ടോക്കാം. ഈ ഗെയിമിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണോ അപ്പൊ സഫ? ഈ സഫയുടെ സ്റ്റോറി എന്താ? പറ, സഫന്റെ സ്റ്റോറി എന്താ? പറ മോനെ, നീ പറ, കേട്ടോക്കെ നമുക്ക്. എന്തായാലും സഫയുടെ സ്റ്റോറി എനിക്ക് അറിയാൻ പാടില്ല. ഇവരെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? അതെ, ഒന്നും അറിയാത്തൊരു പഞ്ചപാവം. നീ ഇങ്ങനെ പൊട്ടനായിട്ട് അഭിനയിക്കില്ലടാ. എന്തായാലും സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണുമല്ലോ. അതായത് ഫസ്മിന എന്ന് പറയുന്നവളുടെ ഭർത്താവാണ് ഈ പറയുന്നല്ലോ. ഇവന് മെഹനാസ് എന്ന് പറയുന്ന മറ്റൊരുത്തന്റെ ഭാര്യയുമായിട്ട് അവിഹിതം. അതെന്നെ സംഭവം. അല്ല, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇവന് പറയാനുള്ള ബാക്കി കേട്ടോ. പ്രഭാതത്തിൽ എടുത്ത് കാണുമ്പോ സഫയും നീ ഒളിച്ചോടി എന്നാണ് കാണുന്നത്. ഒളിച്ചോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മള് പിന്നെ വീട്ടുകാരുടെ അടുത്തൊക്കെ മാറ്റി ഞാൻ അവളെ ആരും സമ്മതമില്ലാതെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നു. അതാണ് ഒളിച്ചോട്ടം. ഇത് അവളെ വീട്ടിലുണ്ട്,
അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാം സഫയും ഈ ലെല്ലും അവീതും ഉണ്ടെന്ന് സംശയം അങ്ങനെയൊക്കെ എഴുതി വിടുകയാണെന്നുണ്ടെങ്കിൽ അതെ, അങ്ങനെയല്ല എഴുതി വിടാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ അവിഹിതമുണ്ട് എന്ന് അർത്ഥം. അതല്ലേ നീ ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്ന മോഞ്ഞെ. എന്തായാലും കൊള്ളാം, നീ ഉള്ളിൽ കൂടെ നിങ്ങൾ തമ്മിൽ അവിഹിതം സമ്മതിക്കുന്നുണ്ടല്ലോ, അത് മതി. പക്ഷെ കാണുന്ന ആർക്കും അത് മനസ്സിലാവില്ല എന്ന് മാത്രം. ഇനി ഇവന്റെ അവിഹിതം പിടിക്കപ്പെട്ട സ്ഥിതിക്ക് നാളെ ഇവന് രംഗത്ത് വന്ന് പറയാമല്ലോ, ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനും സഫയും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന്, നിങ്ങൾ ആരും ഒന്നും കേട്ടില്ലേ എന്നുള്ളത്. എന്താ അവന്റെ ബുദ്ധി നോക്കി നിങ്ങൾ ബാക്കി കണ്ടോക്കെ. എന്തായാലും ഇത് ഒളിച്ചോടി അപ്പൊ ഒരു സ്ക്രിപ്റ്റ് ലൈക്ക് തമ്മനിലൊക്കെ കൊടുക്കുമ്പോ ആ ഒരു ഓഡിയൻസിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യുന്ന. എന്ത് കിട്ടാൻ വേണ്ടിട്ട്? ഒന്നും കിട്ടാൻ വേണ്ടിട്ടല്ല. നീ കിടന്ന് ഉരുളല്ലേ മോഞ്ഞെ, വല്ലാണ്ടും ഉരുളല്ലേ. നീ ബാക്കി പറഞ്ഞാലും. പക്ഷെ ശരിക്കും ഞാൻ അവളായിട്ട് ഫിസിക്കലായിട്ടും ഇല്ല, റിലേഷനും ഇല്ല, അവളെ ഒളിച്ചോടിയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല. അച്ചോടാ ആ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു പഞ്ചപാവം. അവളുമായി റിലേഷൻ ഇല്ല, ഒളിച്ചോടിയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല പോലും. പിന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ട വീഡിയോ എന്താണാവോ എന്തോ, അത് പിന്നെ ആയിരിക്കും അല്ലേ? എന്തൊക്കെ കേൾക്കണം പഠിച്ചോനെ. നീ ബാക്കി പറഞ്ഞാലും. ഞാന് എന്തെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ഈ ഇപ്പൊ ഒളിച്ചോടി എന്ന് പറഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ആയിരുന്നു. പിന്നെ അതിന് മുൻപ് ഇതേമാതിരി ഫസ്മിന, അതായത് ഈ കുട്ടി സഫീനെ കൊണ്ട്, സഫീം ഫസ്മിനെ ക്ലോസ് ഫ്രണ്ട്സ് ചെയ്യുന്നത്. അപ്പോ ഫസ്മിന സഫയെ കൊണ്ട് എനിക്ക് ഫ്ലേർട്ട് ചെയ്തിട്ട് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയപ്പിച്ചിരുന്നു അത്ര ആദ്യം. അത് ഇവള് എന്നോട് വന്ന് പറഞ്ഞിരുന്നു, കാരണം എന്റെ ഫ്രണ്ട് മുഖാന്തരം. അങ്ങനെ ആദ്യം അറിയായിരുന്നു എന്നല്ല, അവിടെ നിന്നായിരുന്നു എല്ലാത്തിനും തുടക്കം എന്ന് പറ. ആ ബന്ധം പിന്നീട് പടർന്ന് പന്തലിച്ചു. ഇന്നിപ്പോ അത് അവിഹിതത്തിൽ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. അതാണ് സത്യം. എന്തായാലും നീ ബാക്കി പറ. പിന്നെ ഇത് ആ ഗെയിമിന്റെ ശേഷം ഇതാണ് അറിഞ്ഞത്. അതായത് ഈ പറഞ്ഞ കാര്യം ഫസ്മിന അറിഞ്ഞു മൈനാസ് മുഖാന്തരം. അപ്പൊ അറിഞ്ഞ ടൈമില് ഇവൾക്ക് പണി കൊടുക്കാന്നുള്ള രൂപത്തിൽ ഈ സംഭവം ഇട്ട്. അപ്പൊ പിന്നെ ഇവളിനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂലല്ലോ ആൾക്കാര് അവളെ പറ്റിയിട്ട്. ഫസ്മിന ഇങ്ങനെ എന്നെ ചെയ്യിപ്പിച്ച് എന്റെ സഫ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടാൽ അതിന് വിശ്വസിക്കാൻ പോകില്ല. കാരണം ഇവനും എല്ലാം സഫീമയുടെ ഒളിച്ചോടിയല്ലേ. അതാണ് ഇവരെ ഗെയിം സ്ട്രാറ്റജി. പറഞ്ഞെന്തേ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് 2-3 മാസങ്ങൾക്ക് മുമ്പ് മെഹനാസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ലല്ലുവും സഫയും കൂടെ ഒളിച്ചോടി പോയെന്നും പറഞ്ഞുകൊണ്ട്. അതിനെ കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. അതായത് അന്ന് മെഹനാസ് വെറും കള്ളം പറഞ്ഞതാണ്. മെഹനാസും സഫയും തമ്മിൽ എന്തോ തെറ്റിയ സമയത്ത് അവളെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവനങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്തെന്നായാലും മോനെ, നീ മൊത്തത്തിൽ മൂഞ്ചിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതിൽ നിന്ന് നീ എന്ത് പറഞ്ഞ് രക്ഷപ്പെടുമെന്നുള്ളത് നമുക്കൊന്ന് കാണണം. നീ ബാക്കി പറഞ്ഞാലും. അതാണ് ആ സ്ട്രാറ്റജിയിൽ പെട്ടുപോയി. പക്ഷെ ഞാൻ പെട്ടിട്ടൊന്നുമില്ല. അത് നീ പെടില്ല എന്ന് നമുക്കറിയാലോ. നിനക്ക് വേണ്ടി എത്ര വല വിരിച്ചാലും നീ അതിൽ നിന്നൊക്കെ അതിവിദഗ്ധമായി രക്ഷപ്പെടും. നിനക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട്. അത് നിന്റെ മുമ്പുള്ള പല വീഡിയോകളും കണ്ടപ്പോൾ മനസ്സിലായ കാര്യമാണ്. നീ എന്തായാലും ബാക്കി പറ. അതിന്റെ പിറ്റേ ദിവസം ഞാൻ അന്ന് വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് വീട്ടിലാണുള്ളത്. പിറ്റേ ദിവസം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്റ്റോറി ഇട്ടിട്ട് ഞാൻ ഇറക്കിയത്. എനിക്ക് ഞാൻ അത് തലയിൽ വെച്ചിട്ടില്ല, കാരണം ഞാൻ ചെയ്യാത്ത കാര്യമാണ്. ഇതിന് മുൻപോൾ വീഡിയോ ഇട്ടപ്പോഴൊന്നും ഞാൻ ചെയ്യാത്ത കാര്യം, ഞാൻ തലയിൽ വെക്കാൻ പോയിട്ടില്ല. പിന്നെ ഫ്രണ്ടിനൊക്കെ നമ്മളെ കൂടെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കണേ, നമ്മളെ കൂടെ ഒരു സംഭവമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് ലൈക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ, ഞാൻ അവന് ഒരേമാതിരി ക്യാഷ് ഇട്ടിട്ട് ഇതാക്കിയാണ്. അപ്പോ അങ്ങനത്തെ ഒരാളെ എൻ്റെ ഒരു ഈ കോളനി പ്രശ്നത്തില് അവന്റെ കാല് അവനെ ഇതാക്കി വീഡിയോ എടുത്ത് അവനെ ഉപദ്രവിക്കാന്നൊക്കെ പറയുമ്പോ എനിക്ക് പറ്റില്ല. പക്ഷെ അന്ന് തന്നെ ആ കഴിഞ്ഞ പാട് അന്ന് തന്നെ എൻ്റെ ഉമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെയ്യാതെ ആയിന്ന്, ലൈക്ക് ഉമ്മക്ക് വെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കോളും വന്ന്. ഇത് രണ്ടും പാടി ഒരുമിച്ചായപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഇനി മിണ്ടായിരിക്കാൻ വയ്യാന്ന് വിചാരിച്ച് വീഡിയോ ഇട്ടാ. ഓക്കെ, ആ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഇവന്റെ ഫ്രണ്ട് സഫറിന്റെ ഡ്രൈവർ ആണെന്ന് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. ഇവരുടെ അവിഹിതത്തിന് ഏക വിക്ടിം എന്ന് പറയുന്നത് അവനാണ്. അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് ഫസ്മിനെയും മെഹനാസും ചേർന്ന് അവരെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അവരെ മർദ്ദിച്ച് ഇവർ തമ്മിൽ അവിഹിതം പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. തന്റെ സുഹൃത്തിനെ മർദ്ദിച്ചതിന് ശേഷമാണ് ഞാൻ ഫസ്മിനെക്കെതിരെ രംഗത്ത് ഇറങ്ങാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിൽ. എന്തായാലും നീ ബാക്കി പറ. വീഡിയോ ഇട്ടാ അതുവരെ ഞാൻ ഈ ഒരു മാസ്കും വെച്ചിട്ട് ഇങ്ങനെ നടക്കിയിരുന്നു. ഈ പുറത്തോട്ട് പോകുമ്പോൾ ടീ കുടിക്കാൻ പോകുമ്പോഴും ഒരു സിപ്പ് ഞാൻ എങ്ങനെ കുടിക്കാറിയോ, പുറത്തോട്ട് പോകുമ്പോൾ ടീ ഷോപ്പ് പോകുമ്പോൾ മാസ്ക് വരും, ടീ കുടിക്കും, എന്നിട്ട് പിന്നെ മാസ്ക് ഇടും, ഒരു സിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ നടന്നിരുന്നേ. ഇനി അങ്ങോട്ട് നിനക്ക് അങ്ങനെയൊക്കെ തന്നെ നടക്കാം, കാരണം നീ ഒന്നും കൂടെ നാണം കെട്ടല്ലോ. ബാക്കി പറഞ്ഞാലോ. തമാശ പറഞ്ഞല്ല, എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു ജോക്കായിട്ട് തോന്നും. പക്ഷെ ഇത് ഒരാളെ അത്രത്തോളം നാണം കെടുത്തിക്കണ അവള്. ഞാൻ പുറത്തോട്ട് പോയാ ഇത് അവനല്ലേ എന്നറിയും. അത് നമ്മൾ നല്ല ആളായിട്ടല്ല പറഞ്ഞ, ഇവൻ ആ ഒരു സെറ്റപ്പാണ് നമുക്കറിയാം. പക്ഷെ നമ്മളെന്നീ ചിരിച്ചാണ്ട് ആ ഒരു മൂഡിലാണ് വിടുകയും ചെയ്യും. നമ്മൾ ആരായിട്ടും വള്ളി പിടിക്കാനോ ഒന്നിനും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇങ്ങോട്ട് ഇങ്ങനെ ഇവളിങ്ങനെ വന്ന് വള്ളി തരിക എന്നല്ലാതെ ഞാൻ അവൾക്ക് അങ്ങോട്ടൊരു വള്ളി കൊടുക്കാനോ ഇതിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല.
ഇനി അങ്ങോട്ട് നിനക്ക് ഫുള്ളും വള്ളികളായിരിക്കും മോനെ, കാരണം നിന്റെ നാടകമൊക്കെ പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോ നാളത്തെ കാരണം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫസ്മിനെ ഇതും വെച്ച് നാളെ അവളെ വെളുപ്പിക്കാൻ അങ്ങ് വരും. കണ്ടില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ സ്വയം വെളുപ്പിക്കാൻ നാളെ വരും. അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. ലല്ലുവിന് അവീതമുള്ളത് പോലെ തന്നെ ഫസ്മിനുക്കും അവീതമുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. മറ്റേ ഡയറിയിലെ കാമുകൻ ജലാൽ എന്ന് പറയുന്നവൻ ഇപ്പൊ അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നൽകാതെ കൊഴിഞ്ഞു നിൽക്കാണല്ലോ ഫസ്മിന. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് അവളെ നാളെ സ്വയം വെളുപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശം ഫസ്മിനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫസ്മിനോട് പറയാനുള്ളത് നടക്കില്ല മോളെ. നീ നിന്റെ ഡയറിയിലെ കാമുകന്റെ എക്സ്പ്ലനേഷൻ നൽകാതെ നിനക്ക് ഇനി ഒരു പടി മുന്നോട്ട് പോകാൻ പറ്റൂല. അത്രേ ഉള്ളൂ. എന്തായാലും രണ്ടാളും കണക്കന്നെ, ഫസ്മിനെയും കണക്കന്നെ ലല്ലും കണക്കന്നെ. രണ്ടാൾക്കും അവീതമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഇനി ഇവന് ഫസ്മിനെയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്നും കണ്ടുനോക്കാം. ഇപ്പൊ നീയും ഫസിയും ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പൊ ഡയറിയിൽ എഴുതി വെച്ചില്ലേ, ആ പയ്യനായിട്ടുള്ള ഞാൻ ആദ്യമേ പറഞ്ഞേ, ഈ സംഭവം എത്താത്ത പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നേ ഇവനായിട്ട് അവീതും ഡ്രഗിന്റെ യൂസും കാരണത്താലാണ് ഞാൻ ബ്രേക്കപ്പ് ആയി. ഇവനായിട്ടുള്ള ഞാൻ ഓൾറെഡി ചാറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന ലവ് യു ആയിട്ടുള്ള മെസ്സേജ്, അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഞാനിപ്പോ എടുക്കാം. ഒറ്റ മിനിറ്റ്. ട്രെയിനിൽ വെച്ചാണ് നീ ജലന് മെസ്സേജ് അയച്ചിട്ട് ലവ് യു മിസ് യു എന്ന് പറഞ്ഞൊക്കെ എന്താ ആ കയ്യിലൊക്കെ എന്താ ഞാൻ വിളിക്കണ്ടേ? ഈ ഒരുമാതിരി വർത്താനം പറയല്ലേ. അപ്പൊ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ലവ് യു ആയിട്ട് മെസ്സേജോ അല്ല നീ വന്നിട്ട് കാണാന്നോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഈ ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടില്ലേ. ഇതിൽ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ കേസ്, ഇതാണ് സംഭവം. ഇനിയിപ്പോ ഇതിന് കൂടുതൽ എന്താ പറയണ്ടേ, എനിക്കൊന്നും പറയാനില്ല. ഇനി അങ്ങോട്ടൊന്നും പറയാത്താണ് നല്ലത്. എന്തായാലും രണ്ടുപേരുടെയും അവീതം പൊക്കി സ്ഥിതിക്ക് ഞാനൊരു സജഷൻ പറഞ്ഞു തരട്ടെ. എന്തായാലും രണ്ടാളും ചീഞ്ഞു നാറി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നീയും സഫയും കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചോ. ഫസ്മിനാണെങ്കിൽ അവളുടെ കാമുകനായിട്ട് ആർമാദിച്ച് ജീവിക്കട്ടെ. രണ്ടുപേരുടേതായ രീതിയിൽ അങ്ങോട്ട് പോയിക്കോ. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ചളി വാരി എറിയുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്ക്. അപ്പൊ പിന്നെ യാതൊരു കുഴപ്പമില്ല. ഇത് രണ്ടുപേർക്ക് അവിഹിതം വേണം താനും, എന്നാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്പരം ചെളി വാരി എറിയുകയും വേണം. അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം. ആ പരിപാടി അങ്ങ് നിർത്തി കഴിഞ്ഞാണെങ്കിൽ അതോട് തീരെ എല്ലാ പ്രശ്നങ്ങളും. പിന്നെ നിങ്ങൾ അവിഹിതത്തിന് പോവാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നുള്ള ചെളിവാരി എറിയിൽ അങ്ങോട്ട് നിർത്തിയേക്കും. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും ഒരാൾ മാത്രമായിട്ടാണോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേരായിട്ട് ഫസ്മിനിക്ക് ഇതേപോലെയുള്ള ബന്ധങ്ങൾ അവൾക്ക് ചാറ്റിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ മോശമായിട്ട് നമ്മള് വെറുതെ അവൾ എനിക്ക് എതിരെ കുറെ വീഡിയോ ഇട്ടു മോശമായിട്ട്. നമ്മള് അങ്ങനെ പറയുന്നില്ല മോശമായിട്ട് ഒരുപാട് ചാറ്റിങ് ഉണ്ടായിക്കണ പൊക്കിയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ചാറ്റിംഗ് ഉണ്ടാവുന്ന ടൈമിൽ ഞാൻ ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ റീൽസ്, ഈ കിസ് ചെയ്യുന്ന റീൽസ് ഒക്കെ അങ്ങോട്ട് കൊണ്ട് അയക്കുമ്പോൾ അത് കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോങ്ങിന്റെ ഇത് അയക്കാന്ന് പറയും എന്നോട്. അപ്പൊ ഞാൻ ഓക്കെ എനിക്ക് പിന്നെ കാരണം ഓളെ വീട്ടിൽ താമസിക്കണം ആ ടൈമിൽ. ലാസ്റ്റ് ബ്രേക്കപ്പ് ആവുന്ന ടൈമിൽ ഓളെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടുന്ന് നല്ല എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് വെറുതെ പ്രശ്നം ഉണ്ടാകാൻ താല്പര്യം. പോവാണെങ്കിൽ ഇങ്ങനെ പോകണോടത്തോളം ഇങ്ങനെ പൊക്കോട്ടെ, ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നു. നിർത്തുകയാണെങ്കിൽ അവളായിട്ട് തന്നെ അവൾക്ക് തന്നെ തോന്നിക്കോട്ടെ എനിക്ക് താല്പര്യം പോയി, എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അതന്നെ പറഞ്ഞേ, അവൾക്ക് മനസ്സിലാക്കിയിട്ട് അവള് സ്റ്റോപ്പ് ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അവളെ ഉപ്പൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ലീഗലായിട്ട് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ രജിസ്റ്റർ ഞാൻ മനഃപൂർവ്വം എന്റെ SLC ബുക്കും സർട്ടിഫിക്കറ്റും കാര്യമൊന്നും കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇതറിയാം ഇതെന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഇതാവുന്നത്. എന്തിതാവുന്നു സംഭവം? ഇവനും ഫസ്മിനും തമ്മിലുള്ള മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. അത് സംഭവം മറ്റൊന്നുമല്ല. ഇവൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒട്ടും താല്പര്യം ഇല്ലാതെയാണ് ഇവൻ ഇവിടെ കല്യാണം കഴിച്ചതെന്നുള്ളത്. മാത്രമല്ല ഇവന് പല പെൺകുട്ടികളുമായിട്ട് അവൈധം ഇല്ലാണ്ട് പറ്റൂല്ല. അതുകൊണ്ട് തന്നെ ഇവന് ഫസ്മിനെ കെട്ടുമ്പോൾ ആദ്യം മനസ്സിൽ കണക്കൂട്ടി വെച്ച് കാണും കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഇവിടെ തലേന്ന് ഒഴിവാക്കണം എന്നുള്ളത്. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഡിവോഴ്സും ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. എന്താ അവന്റെ ബുദ്ധി നോക്കിയാൽ നിങ്ങൾ. എന്തായാലും അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ഇപ്പൊ ഇവന് ഉപകാരപ്പെട്ടു. ഇനിയിപ്പോ ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കൊള്ളാം, രണ്ടാളും ഒരു വണ്ടിക്കുള്ള ആൾക്കാർ തന്നെ. ഫസ്മിനെയും കണക്ക് തന്നെ, ലല്ലുവും കണക്ക് തന്നെ. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല മക്കളെ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.